ഉച്ചയായിപ്പോയി അല്ലേ? അത് അഹങ്കാരം, വായിലെ നാവ്, ഉം, തൻ്റെ ഇടം, വൃത്തികെട്ട സ്വഭാവം, ഇങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് പനി തിരിച്ചു വന്നു. പോയ പനി തിരിച്ചു വന്നു. ഓക്കെ. വലിയതില്ല, വന്നു. അപ്പം കുറച്ചു നേരം ഉറങ്ങി. പിന്നെ ഒന്ന് റെസ്റ്റ്, വേറെ കുഴപ്പമില്ല. അപ്പം പനീൻ്റെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു ഞാൻ, എന്താ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് ഞാൻ പനീൻ്റെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു. മിനിയാന്നെ ശരിയായിട്ട് ഞാൻ കുളിച്ച് റെഡി ആയതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്നതെന്ന് ഞാൻ പനീൻ്റെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ പനീൻ്റെ അടുത്ത് പനി പറയുന്നത് പനിക്ക് നേരിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം പിന്നെ പനീൻ്റെ താഴെ കോൾഡ് ഉണ്ട്. കോൾഡ് തന്ന റിപ്പോർട്ട് പ്രകാരമാണ് പനി നടപടി സ്വീകരിച്ചത്. അതുകൊണ്ട് കോൾഡിൻ്റെ അടുത്ത് തന്നെ ബന്ധപ്പെടണം എന്നാണ് പിന്നെ പനി പറഞ്ഞത്. അപ്പം ഞാൻ കോൾഡിൻ്റെ അടുത്ത് ബന്ധപ്പെടുന്നില്ല. അപ്പം കോൾഡും പനിയും കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഇതുണ്ടല്ലോ, ഡോക്ടർ ഉണ്ടല്ലോ. അപ്പം ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാൻ ഇപ്പം വിചാരിക്കുന്നത്. അപ്പം അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ പനിയോട് ഒരു സാവകാശം ചോദിച്ചു. ഞാനൊരു സാവകാശം ചോദിച്ചു. പനി, എനിക്ക് ചെറിയൊരു സാവകാശം തരണം. കാരണം കോൾഡിൻ്റെ അടുത്ത് പോവാൻ താല്പര്യമില്ല. തീരെ കൾച്ചറില്ലാത്ത, വൃത്തികെട്ട ഒരു പിന്നെ ഇല്ലീഗൽ അലിഗേഷൻസ് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു സാധനമാണ് നമ്മളെ കോൾഡ്. അപ്പോൾ ആ കോൾഡ് എന്ന് പറഞ്ഞ ഒരു ഫ്രോഡാണ്. പിന്നെ മനുഷ്യനല്ല, അതായത് ഒരു രൂപം മാത്രമേ ഉള്ളൂ കോൾഡിന്. കോൾഡിൻ്റെ രൂപമാണ് ഇത്. കോൾഡ് ആള് മൃഗത്തിനെക്കാട്ടിയും കഷ്ടമാണ്. കോൾഡിനെ ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പനിയോട് പറഞ്ഞു. അപ്പം പനി പറയുന്നത് കോൾഡ് അങ്ങനെ എഴുതി തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പം ഇങ്ങനെ കുറച്ച് പ്രയാസമാണെന്ന് തന്നെയാണ് പനി പറയുന്നത്. അപ്പോൾ പനി അങ്ങനെ പറഞ്ഞു, കോവിഡിൻ്റെ അടുത്ത് എനിക്ക് പോകാൻ താല്പര്യമില്ല. കാരണം എൻ്റെ കണ്ണിൽ കോവിഡ് ആണ്. 0ൻ്റെ പുറത്ത് നമ്പർ വരാതെ 0ത്തിന് വിലയില്ലല്ലോ. അപ്പം എൻ്റെ മുന്നിൽ കോവിഡിൻ്റെ ടീമും വട്ടപൂജയാണ്. അതുകൊണ്ട് ഞാൻ കോവിഡിൻ്റെ അടുത്ത് ഇനി പോകുന്നില്ല. പിന്നെ പനി കുറച്ച് മാന്യതയിലൊരു വിഭാഗമാണ്. അതുകൊണ്ട് പനീൻ്റെ അടുത്ത് പോയി. അപ്പം പനി ഹെൽപ്ലെസ്സാണ്. അപ്പം ഞാനിപ്പോൾ ഇനി ഡോക്ടറെ കാണാൻ പോകുന്നു. ഇനിയാണ് ഡോക്ടറെ കാണാനും മെഡിസിൻ കഴിക്കാനും ബാക്കി കാര്യങ്ങളെല്ലാം. കാരണം ഇതൊരു ഗുരുതര രോഗമാണ്. ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ലാത്ത അസുഖം തന്നെ ശരിക്ക് പറയാം. എനിക്ക് വന്ന അസുഖം ശരിക്ക് റേഡിയേഷനോ ചികിത്സയിലോ ഒന്നും മാറാത്ത സ്റ്റേജിലെത്തിപ്പോയി. അപ്പം ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കണ്ടു നോക്കാന്നേ ഉള്ളൂ. അതിലെനിക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അത്ര ഒരു ഭയങ്കര വിജയമൊന്നും പറയാൻ പറ്റൂല എന്നാണ് ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത്. ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞത് നല്ല രോഗമാണ്, സ്റ്റേജ് 3 ആയി. അപ്പം അതിനൊരു റേഡിയേഷനെല്ലാം ആയാലും വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളൊരു തരത്തിൽ തന്നെയാണ് പിന്നെ ഡോക്ടറും പറയുന്നത്. അപ്പം പനി ഇപ്പം റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഡോക്ടറെ അടുത്തേക്കാണ്. ഈ തുടർച്ചയായ പനി തന്നെയാണ് ഇങ്ങനെ പിന്നെ തുടർച്ചയായ ഈ കോൾഡിൻ്റെ ഉപദ്രവം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ കോൾഡിൻ്റെ ഉപദ്രവം നല്ലോണം ഉള്ളത് കൊണ്ടായിരുന്നു പനീൻ്റെ അടുത്ത് പോയത്. അപ്പോൾ പനി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണണം. അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും തിരിച്ചു വരിക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വന്നാലും നമ്മൾ മൂടി വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പഴയ ആൾക്കാർ പറഞ്ഞ ആ ഒരു തിയറി വെച്ചിട്ട് ഇനി മൂടി വെക്കുന്നില്ല, ഡോക്ടറെ അടുത്ത് തന്നെ പോവാം. പിന്നെ ഇതുവരെ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാം പേപ്പേഴ്സും ഉണ്ട്. അപ്പോൾ ആ പേപ്പേഴ്സ് എല്ലാം കണ്ടാലും ഗുരുതര രോഗമാണെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ഡോക്ടറെ അടുത്ത് നിന്ന് തീരെ ഡിലേ ആവാണ്ട് എടുത്തു കഴിഞ്ഞാൽ മാറാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പനി പറഞ്ഞത്. അപ്പം ഞാനിപ്പം ഇനി വായെല്ലാം ഡ്രൈ ആവുന്നുണ്ട്, ഉള്ളിൽ പനിയുണ്ട്. അപ്പം എന്തായാലും ഇനിയിപ്പം എനിക്ക് ഡോക്ടറെ കണ്ടേ പറ്റൂ. സാധാ ഡോക്ടറല്ല, ഈ ഒരു വിഭാഗത്തിൽ PhD എടുത്ത ആൾ തന്നെയാണ് കാണുന്നത്.
അതായത് നല്ല ഡബിൾ PhD ഉണ്ട് അസുഖത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ ആളെ തന്നെയാണ് കാണുന്നത്. കാരണം ഈ സ്റ്റേജ് 3 ആയതുകൊണ്ട് നമുക്ക് അത്രേ പറ്റൂ. അപ്പം അങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പിലുള്ളത്. ഡോക്ടർ വെരി ബിസി. അപ്പം ഞാൻ ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടർ കാണും. അതിപ്പം നല്ല ഡോക്ടറിനെ വേണ്ടതുകൊണ്ട് ഡോക്ടർ ഡേറ്റ് കിട്ടാൻ വൈകുന്നതാണ്. പക്ഷേ എടുത്തിട്ടുണ്ട്. ആൾക്കാർ അറിയുന്ന ഒരാൾ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേജ് 3 ആയി എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അപ്പോയിൻമെൻറ്റ് ഇത് തന്നിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് കാണാനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനും തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിവരം നിങ്ങളോട് പറയുന്നു. പല ആളും ചോദിക്കുന്നുണ്ട് എന്തുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഉള്ളത്. നമ്മൾ എപ്പോഴും എന്തെങ്കിലും വന്ന് നമ്മൾ ചിലപ്പോൾ നമുക്ക് വിരൽ മുറിച്ചാൽ അല്ലെങ്കിൽ ചെറിയൊരു പൊടി നീക്കം ചെയ്താൽ പോകുന്നത് നമ്മളെപ്പോഴും വെച്ച് നീട്ടിയിട്ടാണ് നമുക്ക് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് പാരസെറ്റമോൾ വാങ്ങിക്കഴിക്കും, അല്ലെങ്കിൽ ഒരു വിവരമില്ലാത്ത ആൾക്കാർ ഉപദേശങ്ങൾ നമ്മളെടുക്കും. നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിനും നമ്മൾ സ്വന്തമായിട്ട് പോവാന്നല്ലത് ഒരിക്കലും മറ്റൊരാൾ ഉപദേശത്തിനോ അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, വിജയിക്കോ പരാജയപ്പെടോ, വേദന മാറോ, ആ ഡോക്ടർ ശരിയാണോ, ഈ ഡോക്ടർ ശരിയാണോ, അങ്ങനെയൊന്നും പോയിട്ട് നമ്മളെ സമയവും പൈസയും കളയരുത്. നമ്മളെപ്പോഴും നമുക്കൊരു ഗുരുതരാണ് രോഗം എന്ന് തോന്നിയാൽ നമ്മൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് MD തന്നെ കാണാം. പിന്നെ നമുക്ക് ഈ രോഗം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളങ്ങനെ രഹസ്യമായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ആർക്കും വരാവുന്ന രോഗമാണ്. പരസ്യമാക്കുന്നതിനൊന്നുമില്ല. അപ്പോൾ ആ രോഗത്തിൻ്റെ ഡോക്ടറെ കണ്ട് നമ്മൾ മെൻ്റലി നല്ലൊരു കോൺഫിഡൻസ് ലെവല് നല്ല ഹൈ ലെവലിൽ നിൽക്കുക. പൈസ ചിലവാക്കേണ്ടടുത്ത് പൈസ ചിലവാക്കുക. അപ്പം നമുക്ക് ഏത് അസുഖവും മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുന്ന സുഖം, പറ്റാത്ത അസുഖം അങ്ങനെയൊന്നുമില്ല. സ്റ്റേജ് 3 ആവാം, 4 ആവാം, 5 ആവാം. ചിലപ്പോൾ മരിച്ച ആൾ വരെ മോർച്ചറിയിൽ നിന്ന് എണീച്ച് വരുന്ന കാലമാണ്. അപ്പം നമുക്ക് മാറ്റെപ്പോഴും പ്രതീക്ഷിക്കുക. നമ്മളൊരു ഫിനിക്സ് പക്ഷിയായിട്ട് തന്നെ ജീവിക്കുക. നമ്മൾ മറ്റൊരാൾക്ക് റോൾ മോഡലാവുക. നമുക്കുള്ളതെല്ലാം തുറന്ന് പറയുക. നമുക്ക് മാറി നമ്മൾ ഈ സ്റ്റേജിലാണ്. എന്തസുഖമായാലും പറയാൻ കാണിക്കുന്നതാണ് നമ്മളെ മനസ്സിൻ്റെ ഒരു ധൈര്യം. നമ്മളപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ എടുക്കേണ്ടത് മാത്രം എടുക്കുക, അല്ലാത്തത് അങ്ങ് തള്ളാം. അപ്പം ഞാനങ്ങനെ ഒരു 3rd സ്റ്റേജിലൊരു രോഗമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ മിക്കവാറും ട്രീറ്റ്മെൻറ്റ് എടുക്കും. നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇപ്പം കോവിഡ് കഴിഞ്ഞ് കോവിഡിനെ ബന്ധപ്പെട്ട് പനീനെയും ബന്ധപ്പെട്ടു എന്നെ ഡോക്ടറായിട്ട് തന്നെ കൺസൾട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. കോവിഡിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു, പനീൻ്റെ സ്റ്റേജും കഴിഞ്ഞു. ഇപ്പം 3rd സ്റ്റേജിലാണ് അസുഖമുള്ളത്. അപ്പം ഞാൻ അതുമായിട്ട് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് സധൈര്യം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുള്ളൂ. ഡോക്ടറെ കണ്ട് തീരുമാനിച്ചിട്ട് എന്നെ അഡ്മിറ്റ് ആവുന്നുള്ളൂ. അപ്പം ആ ഒരു ഘട്ടം മുന്നിലുണ്ട്. അപ്പം നിങ്ങളെല്ലാം എൻ്റെ കൂടെ വേണം. പിന്നെ പ്രാർത്ഥിക്കണം എന്നൊന്നും പറയില്ല, അങ്ങനെ വിശ്വസിക്കുന്നില്ല. പ്രവൃത്തി നല്ലതാവേണ്ട ഒരു കുന്തം ചെയ്തിട്ട് കാര്യമില്ല, കൂടെ വേണം. ഈ ഇതുപോലെ ഇടുന്ന വീഡിയോസ് ഷെയർ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും എനിക്കിപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ എൻ്റെ വിഷമം, എൻ്റെ പ്രയാസം ഞാൻ ഇന്നാളടുത്ത് 10 ആളടുത്ത് പറഞ്ഞു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, വേറെ ഒന്നുമില്ല. അതിപ്പം അസുഖം വന്നാലും നിങ്ങളോട് പറഞ്ഞ് കഴിയുമ്പോൾ അതിനൊരു ഇത് കിട്ടുമല്ലോ, അങ്ങനെ പറയുന്നതാണ്. അല്ലാതെ ഇപ്പം നിങ്ങൾ നാളെ തന്നെ വന്നിട്ട് എൻ്റെ അസുഖം മാറ്റാനോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മളൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ പ്രയാസം തുറന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു റിലീസാവും, അത്ര തന്നെ. നമുക്കിപ്പോൾ ഓരോ വ്യക്തിനും പോയിട്ട് മുട്ടിയിട്ട് കേൾക്കൂ എന്ന് പറയാൻ പറ്റൂല. അപ്പം നമുക്ക് പറയാനുള്ളൊരു സ്പേസ് എല്ലാവരും കേൾക്കും. ചില ആൾ റിപ്ലൈ തരും, മോശമായിട്ട് തരും, നല്ലതായിട്ട് തരും, ഒന്നും പ്രശ്നമല്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് 3rd സ്റ്റേജിലായ അസുഖമായതുകൊണ്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് തന്നെ പോവുകയാണ്. അതെൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനോട് അറിയിക്കുന്ന. എല്ലാവരും ചോദിക്കുന്നുണ്ട് അസുഖത്തിൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്ന്. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. അപ്പം നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറെ കണ്ട് ബാക്കി റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ആ വിവരം പറയുന്നതാണ്. വേറൊരു വീഡിയോയിൽ കാണാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം.